നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ അറിയാതെ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സോറി, ഇതിൽ എനിക്ക് കാണുന്നത് ഇവിടെ ഒരു 85% ഓഫ് ആൾക്കാർക്കും അവരൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണിക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിങ്ങളുടെ പേഴ്സൺ അത്യാവശ്യം ഫ്ലേട്ടിംഗ് എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഫ്ലേട്ടിംഗ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നന്നായിട്ട് നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന രീതിയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിരുന്ന ടൈമിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പണ്ടൊക്കെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിരിക്കും. ആ ഒരു ഫോൺ എടുത്തിട്ട് ഫസ്റ്റ് മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ അത്തരത്തിൽ നിന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. ആ പേഴ്സൺ പല സമയത്തും ഓൺലൈനിൽ വന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മെസ്സേജ് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനോ ആ പേഴ്സൺ അവിടെ മുതിരുന്നുണ്ടായിരിക്കില്ല ആ സമയത്ത്. അഥവാ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഓൺലൈനിൽ കണ്ടല്ലോ, ഇന്ന സമയത്ത് കണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ വാട്സപ്പിൻ്റെ ആ ഒരു ലാസ്റ്റ് സീനും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആളെന്തായാലും ആളുടെ ഒരു ട്രൂ ഫേസ് അല്ല ഇപ്പോൾ നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് തന്നെ നമ്മൾക്ക് പറയാൻ കഴിയും. ഞാൻ പറയാം, ഒരു 80% ആൾക്കാർക്കാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഞാൻ നന്നായിട്ട് തന്നെ കാണിക്കുന്നത്. ഇവിടെ പക്ക ആ ഒരു അങ്ങനൊരു കാർഡ് തന്നെ വന്നിട്ടുണ്ട്. എന്താ പറയുക, അവർ തമ്മിൽ ചിലവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി കണക്ഷൻ തന്നെയാണ്. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻ പ്രശ്നങ്ങൾ നടക്കുന്നത് മേ ബി അതുകൊണ്ട് തന്നെയായിരിക്കും. ആൻഡ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഏറെക്കുറെ പൊസസീവ് ആയിട്ടുള്ളൊരു വ്യക്തികളായിട്ട് എനിക്ക് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്കല്ലാതെ അവരുടെ ഫാമിലി ഒക്കെ അത് വിട്ടിട്ട് വേറൊരു ഇതിലേക്കും പോകരുത് എന്നുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മുമ്പ് നിങ്ങൾക്ക് പല റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തവരാണെങ്കിലും ഇതൊരു റിലേഷൻഷിപ്പിൽ പെയിൻഫുൾ ആയിട്ട് അനുഭവം പറഞ്ഞവരുടെയൊക്കെ ആ ഒരു അനുഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ മുമ്പ് പലപ്പോഴും നിങ്ങൾ പലയിടത്തും നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എന്താണ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ക്യാരക്ടർ തന്നെ ഒരുപാട് മേ ബി ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അത്യാവശ്യം ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഒരു ചൈൽഡിഷ് ബിഹേവിയർ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. പോസസീവ് കുറേയൊക്കെ കാണുന്നുണ്ട്. ഈഗോ നന്നായിട്ട് തന്നെ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഇവിടെ ഹേർട്ട് ബ്രേക്ക്, പെയിൻ, സെപ്പറേഷൻ, ഡിസെപ്ഷൻ, ഷോക്കിംഗ് ആയിട്ടുള്ള അറ്റാക്കുകൾ നിങ്ങൾക്ക് കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ എന്തോ ക്ലാരിറ്റി വരാനായിട്ട് പോകുന്നുണ്ട്. ട്രൂത്ത്, അതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങളെ മുമ്പിൽ പല ക്ലാരിറ്റികൾ അല്ലെങ്കിൽ ട്രൂത്തുകൾ വെളിപ്പെടാനായിട്ട് പോകുന്നുണ്ട്. അത് മേ ബി നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കാം, നെഗറ്റീവുമായിരിക്കാം. നിങ്ങൾ എന്തായാലും വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ നിങ്ങൾ എന്താണോ കരുതുന്നത് അതല്ല ഈ ഒരു പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സും എന്താ പറയുക പേഴ്സണാലിറ്റിയും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു 80% ആൾക്കാർക്കാണ് ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, വേറൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവരെടുത്ത് ചെറുതായിട്ടൊരു ക്രഷ് ഫീലിങ്സ്, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർക്ക് കുറേയൊക്കെ കിട്ടുന്നത് ഒരുപാട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ, സ്ട്രെസ്സ്, ഓവർ ടെൻഷൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വാല്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയിൽ നിന്നും ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഒട്ടും എന്താ പറയുക നമ്മൾ സ്നേഹിക്കുന്നില്ല, അവരൊരു ജസ്റ്റ് എ ഫ്രണ്ട് മാത്രമാണെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു സ്ട്രെസ്സോ അതൊന്നും അവർക്ക് പെയിൻഫുൾ ആയിരിക്കില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് കുറച്ച് എന്താ പറയുക ഭയങ്കരമായിട്ട് ഈ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്നും ഒരു ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ആൾ കണ്ടുപിടിച്ചിട്ടുള്ളൊരു മാർഗവും കൂടി ആണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അവിടെ ജസ്റ്റ് ഒരു ചാറ്റിങ് അല്ലെങ്കിൽ കോളിങ്, മീറ്റിംഗ് ആൻഡ് ചിലർക്ക് മീറ്റിംഗ്, അതായത് കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിട്ട് നിൽക്കുന്നുണ്ട്.
കുറച്ച് പേർക്ക്. അത് നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളൊരു അവരുടെ അടുത്ത് പോകരുത്, മിണ്ടരുത്. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ അവരത് ചെയ്യുന്നുണ്ടായിരിക്കണം. കുറേയൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കണം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ ചാൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റിസ്ക് നിങ്ങൾ എത്ര വേണമെങ്കിലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് തയ്യാറുമാണെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ആ പേഴ്സണ് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ എന്താ പറയുക വരുന്നുണ്ട്. അതായത് നിങ്ങളടുത്ത് മാത്രമല്ലാതെ അവർക്ക് വേറെ അടുത്തും ഇങ്ങനത്തെ കുറച്ച് ക്രഷ് ഫീലിങ്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, ബട്ട് അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളോട് നന്നായിട്ട് തന്നെ നല്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു ഫീലിങ്സ് നിങ്ങൾ വേണം എന്നുള്ള ഒരു മനോഭാവം ഈ ഒരു പേഴ്സണിലുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ടോട്ടലി, നിങ്ങൾ എത്രയൊക്കെ സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും എത്രയൊക്കെ ഒരു ടെൻഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് ടോട്ടലി ഉപേക്ഷിക്കാനായിട്ട് ഇപ്പോഴും മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ തേർഡ് പാർട്ടി ഒരു എനർജി കാണുന്നുണ്ട്. അത് അവരുടെ ഒരു എന്താ പറയുക ടൈം പാസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നിങ്ങളെ എത്രത്തോളം, അതായത് വേറെ മേ ബി വേറൊരു പേഴ്സൺസ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ ചെയ്യുമ്പോൾ, അത് ഈ ഒരു പേഴ്സൺ ചെറിയൊരു കാര്യം പോലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ആകുന്നുണ്ടായിരിക്കും. ചെറിയൊരു നുണയാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ അവരുടെ ഭാഗത്തു നിന്നൊരു ചെറിയ അവഗണന ആണെങ്കിൽ പോലും നിങ്ങൾക്കതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാക്ക് പോലെ വരുന്ന ഒരു പെയിൻഫുള്ളായിട്ട് വരുന്ന അറ്റാക്കിൻ്റെ പെയിനായിട്ട് വരുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. അത്രമാത്രം നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഇമോഷണലി കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. സോ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു, ആ പേഴ്സണ് വേറെ നിങ്ങളറിയാതെ വേറെ ബന്ധങ്ങളുണ്ടോ, റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇവിടെ ബന്ധം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു അട്രാക്ഷൻ, ഫ്ലേർട്ടിങ്, ഡേറ്റിംഗ്, ഹുക്കിംഗ് അപ്പ്, ടെംപ്റ്റേഷൻ, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഒരു പേഴ്സണിൻ്റെ ചില കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻസ് വഴിയോ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്തോ ഉണ്ട് എന്നുള്ളത്. ഇതെന്തായാലും ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിത് വളരെ വിഷമത്തോടെ അക്സെപ്റ്റ് ചെയ്യരുത്. ബിക്കോസ് ലവ് തിങ്കിങ് ഓഫ് യു, ലെറ്റിംഗ് യു നോ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് നിൽക്കുന്നത് 20% ആൾക്കാർക്കും. ബട്ട് 80% ആൾക്കാർക്കാണ് ഇവിടെ ഒരു എന്താ പറയുക തേർഡ് പാർട്ടി ഇൻ്റർഫെറൻസ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറേ പേരുടെ വിധി കൂടിയാണ്. ഓക്കെ, കുറേ പേർക്ക് ഈ അടുത്ത് തന്നെ ഈ ഒരു പേഴ്സണെ കാണാനുള്ളൊരു ഭാഗ്യം, മീറ്റ് ചെയ്യാനുള്ളൊരു കാര്യം വരുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആണ്. അവരുടെ ഈച്ച് ആൻഡ് എവറി ബിഹേവിയർ നിങ്ങളടുത്ത് ഇന്നൊരു ദിവസം വിളിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, എത്രാമത്തെ റിങ്ങിൽ അവർ കോൾ എടുത്തു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സംസാരിച്ചു, ആ സംസാര രീതി നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ആരെങ്കിലുമൊക്കെ അവരെ എന്താ പറയുക ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ.